ഹായ്, നമ്മുടെ ഈ ക്രിസ്ത്യൻ ഓണ്ടർപ്രണർ എന്നുള്ള ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ രണ്ടാണ്. ഒന്ന്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ സഭയിൽ നിന്നും മില്യണേഴ്സ് എഴുന്നേറ്റ് വരണം, സഭയിൽ നിന്നും ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായി വരണം. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ബിസിനസ് ചെയ്യാൻ മുൻപോട്ട് വരണം, അവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരായി മാറണം. ഈ രണ്ട് ദർശനത്തിൽ ഊന്നിയാണ് ഈ ചാനൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു യൗവനക്കാരനാണ് എന്നെ കേൾക്കുന്നെങ്കിൽ, ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന 2 കമ്പനികളുടെ ഡയറക്ടറാണ്. 2018 ജോലി റിസൈൻ ചെയ്ത് ഞാൻ കോളേജ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് MA BEd MPhil ഒക്കെ കഴിഞ്ഞ് നല്ല വിദ്യാഭ്യാസം ഉള്ളപ്പോൾ അത് റിസൈൻ ചെയ്ത് യാതൊരു പാരമ്പര്യമില്ലാത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും കയ്യിലൊരു രൂപ പോലും ഇല്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന മൂന്നാർ കാറ്ററിംഗ് കോളേജിൻ്റെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന സോജിമാമനോടൊക്കെ ചോദിച്ചാൽ അറിയാം. അവരൊക്കെ പറഞ്ഞ കണ്ണൻ വാട്ട് യു ആർ ഡൂയിങ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. കാരണം ഇത് വലിയ കരിയർ നിനക്ക് ഇതിനകത്തുണ്ട്. പക്ഷേ എനിക്കറിയാമായിരുന്നു എന്നോടുള്ള കോളിങ് അതാണ്. സോ ഒന്നുമില്ലാതെ ഇറങ്ങിയതാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പം ഗോഡ് ഹാസ് റിയലി ബ്ലസ്ഡ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം 13-14 രാജ്യങ്ങളിൽ പോയി. ഞാൻ ഈ വീഡിയോ എടുത്ത ശേഷം അടുത്ത് വീണ്ടും 6-7 രാജ്യങ്ങളിലേക്കുള്ള യാത്രകളിലാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചില പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രസംഗം കേൾക്കുന്നവരോ പ്രസംഗിക്കുന്നവരോ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ, അപ്പോൾ വെയർ ഫെയ്ത്ത് മീറ്റ്സ് ആക്ഷൻ എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രയർ മീറ്റ്സ് ശരിക്കും പ്ലാനിങ്. ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്തുടർന്നാൽ, നിങ്ങൾ യങ്സ്റ്റേഴ്സിനോട് ഞാൻ പറയുന്നു, ഒരു 2-3 വർഷത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം ആരും ചിന്തിക്കാത്ത രീതിയിൽ മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു മായാലോകത്തിൽ അല്ലെങ്കിൽ മൂഢലോകത്തിൽ സംതിങ് വിൽ ഹാപ്പൻ എന്ന് പറഞ്ഞ് ദർശനം നഷ്ടപ്പെട്ട്, വിഷൻ നഷ്ടപ്പെട്ട്, ഫോക്കസ് നഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് യൗവനക്കാരിങ്ങനെ ഡേ ടു ലൈഫിൽ മുമ്പോട്ട് പോവുകയാണ്. അതിനൊരു മാറ്റം വരണം. വലിയൊരു ഉണർവ് യൗവനക്കാർക്കിടയിൽ ഉണ്ടാകണം. ഇൻ ടേംസ് ഓഫ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ബിസിനസ്സിൻ്റെ കാര്യത്തിലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും വലിയ അച്ചീവ്മെൻ്റ് ജീവിതത്തിൽ നേടുന്ന കാര്യത്തിലും ഉണ്ടാകണം. അതാണ് എൻ്റെ ഹൃദയത്തിലെ ഒരു ഭാരം. ഈ ചാനൽ ചെയ്യുമ്പോൾ നിങ്ങൾ യങ്സ്റ്റേഴ്സിന് വിളിക്കാം, നമുക്ക് കാണാം, സംസാരിക്കാം, ഒന്നിച്ച് കോഫി കുടിക്കാം, മീറ്റിങ്ങുകൾ നമുക്ക് സംഘടിപ്പിക്കാം. നമ്മുടെ ഫ്യൂച്ചർ ഏറ്റവും ബ്ലെസ്ഡ് ആകട്ടെ. എസ്പെഷ്യലി ഒരു 20 വയസ്സ് മുതൽ 30 വയസ്സുള്ള പ്രായം നല്ല പ്രായമാണ്. ആ സമയത്ത് ഒരു ദർശനവും ഇല്ലാതെ, ഒരു ജോലിക്കും പോവാതെ, ഒരു വിഷനും ഇല്ലാതിരിക്കുന്നതിന് പകരം നമുക്ക് വളരെ റെസ്പോൺസിബിളായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ കുടുംബത്തിനും സഭയ്ക്കും നാടിനും അത് പ്രയോജനമാകട്ടെ. സോ ഈ ചാനൽ തുടർന്നും ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നതാണ് ചില വീഡിയോസ് എന്ന് എനിക്കറിയാം. ഇതിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മുമ്പോട്ടും നിങ്ങൾക്കൊരു നല്ല മെൻറ്റർഷിപ്പായിട്ട് ഈ ചാനൽ കാണും. നമ്മുടെ ഫേസ്ബുക്കിൽ കുറേ കാലങ്ങളായിട്ട് 6 മാസമായിട്ട് വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഇമ്പാക്റ്റ് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വളരെ വലിയതാണ്. പക്ഷേ ഞാൻ യങ്സ്റ്റേഴ്സിനിടയിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അതിനാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്കും യൂട്യൂബിലേക്കും എത്തുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് മീറ്റ് ചെയ്യാം, ഒന്നിച്ച് ദൈവരാജ്യത്തെ കെട്ടുപണിയാം. മില്യണേഴ്സ് സഭയിൽ നിന്നും എഴുന്നേൽക്കട്ടെ, ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായി വരട്ടെ, വെൽത്ത് ക്രിയേറ്റേഴ്സ് ഉണ്ടായി വരട്ടെ. ഗോഡ് ബ്ലെസ് യു.